നമസ്കാരം. 5 ദിവസത്തേക്ക് ഇറാൻ യുദ്ധത്തിന് ഇടവേള പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം US അകപ്പെട്ട വലിയ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുതന്ത്രമാണോ? ആ സംശയത്തിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ട്രംപിന്റെ തീരുമാനം കേവലമായി യുദ്ധം നിർത്തുക എന്ന നിഷ്കളങ്കമായ നടപടിയല്ല എന്നാണ് സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ട 5 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന മൂടുണ്ടാക്കി ഇറാനെതിരായി പഴുതുകളിലൂടെ ആക്രമണം അഴിച്ചുവിടുക, അങ്ങനെ ആധിപത്യം നേടുക എന്നതാണ് ഒന്നാമത്തെ നീക്കം. നിലവിലെ രീതിയിൽ നേരിട്ടുള്ള യുദ്ധം US-നും ഇസ്രായേലിനും ഉണ്ടാക്കിയ ആഘാതം ചില്ലറയല്ല. അതിനെ മറികടക്കുന്നത് അത്ര എളുപ്പവുമല്ല. ഏറ്റവും അവസാനം പുറത്തു വരുന്ന റിപ്പോർട്ട് US ഇത്രയേ ഉള്ളൂ എന്ന് ലോകത്തിനു മുന്നിൽ ഞെട്ടിക്കുന്ന തോന്നലുണ്ടാക്കുകയാണ്. അതുകൊണ്ട് തോറ്റു പിന്മാറുന്നതിന് പകരം കുതന്ത്രം മെനഞ്ഞ് തൽക്കാലം തടി കൈച്ചലാക്കാനുള്ള നീക്കമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അതിൽ ഒന്നാമതായി ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം നടത്തിയ ആക്രമണ വാർത്തകളാണ് നമ്മൾ നോക്കുന്നത്. 5 ദിവസത്തേക്ക് സമാധാനം എന്ന് പറഞ്ഞതിന് പിന്നാലെ ഇസ്രായേലും US-ഉം ചേർന്ന് ഇറാനിൽ ആക്രമണം അഴിച്ചുവിട്ടു. ചൊവ്വാഴ്ച തങ്ങളുടെ 2 വാതക പ്ലാന്റുകളും ഒരു പൈപ്പ് ലൈനും ആക്രമിച്ചതായി ഇറാൻ പറഞ്ഞു. എന്നാൽ ഇറാനും ഇതേ സമയം തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. ഇസ്രായേലിലെ ടെല്ലവീവിലുണ്ടായ തിരിച്ചടിയിൽ 6 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധം ഭേദിച്ച് 100 കിലോഗ്രാം ഭാരമുള്ള മിസൈലുകളിൽ ഒന്ന് സെൻട്രൽ ടെല്ലവീവിൽ തകർന്നു വീണതായാണ് വാർത്ത. യുദ്ധത്തിൽ ഇറാന്റെ തിരിച്ചടി നേരിട്ട് കിതയ്ക്കുന്ന US ആക്രമണത്തിന് കൂടുതൽ സാവകാശം ലഭിക്കാനുള്ള തന്ത്രമായാണ് ഇടവേള പ്രഖ്യാപിച്ചത് എന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. അത് ശരിവെക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതേസമയം ഒരു ഭാഗത്ത് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപും ഇസ്രായേലും ആഗ്രഹിക്കുന്നതിന് പിന്നിൽ ഇറാൻ ഏൽപ്പിച്ച കനത്ത നാശനഷ്ടമാണ് എന്ന റിപ്പോർട്ടുകളാണ് മറ്റൊന്ന്. ഇതുവരെ US-നുണ്ടായ നാശനഷ്ടത്തിന്റെ ചില കണക്കുകൾ മാത്രം തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ആദ്യം ഏകപക്ഷീയമായി ഇസ്രായേൽ ആരംഭിച്ച ഇറാൻ ആക്രമണത്തിൽ US-ന്റെ പിന്തുണയും പിന്നാലെ പങ്കാളിത്തവും ഉണ്ടായി. എന്നാൽ US അറിഞ്ഞുകൊണ്ട് നടത്തിയ യുദ്ധം എന്ന് നെതന്യാഹു തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. സ്വന്തം പരമാധികാരിയെ തന്നെ വധിച്ചപ്പോൾ ആദ്യം സ്തംഭിച്ചു നിന്ന ഇറാൻ പ്രത്യാക്രമണം തുടങ്ങിയതോടെ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഒരു ഭാഗത്ത് ലോകശക്തിയായ US-ഉം കുതന്ത്രങ്ങളുടെയും യുദ്ധക്കുതിയുടെയും ആശാനായ ഇസ്രായേലും നിൽക്കുന്നു. മറുഭാഗത്ത് ഇറാൻ ഒറ്റയ്ക്ക്. ഇറാൻ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു യുദ്ധമായി അത് മാറി. US-നും ഇസ്രായേലിനും നഷ്ടപ്പെടാൻ മാത്രമുള്ള നേട്ടങ്ങൾ മാത്രം സ്വന്തമാക്കാനുള്ള യുദ്ധം. ലക്ഷ്യം ഇറാനിൽ പാവ സർക്കാർ. അതൊട്ട് സാധിച്ചതുമില്ല. കയ്യിലുള്ളത് പപ്പടം പോലെ പൊടിഞ്ഞ് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു എന്നതാണ് US-നെയും ഇസ്രായേലിനെയും അലട്ടുന്നത്. ട്രംപ് ഒടുവിൽ 2 കൽപ്പിച്ച് ഏകപക്ഷീയമായി 5 ദിവസത്തെ ഇടവേള പ്രഖ്യാപിച്ചത് ഈ ഘട്ടത്തിലാണത്രേ. US-നുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകളാണ് നമ്മളിവിടെ നോക്കുന്നത്. 1 മാസം പൂർത്തിയാക്കും മുമ്പ് തന്നെ യുദ്ധത്തിന്റെ ആദ്യ 2 ആഴ്ചക്കുള്ളിൽ മാത്രം US സൈനിക താവളങ്ങൾക്ക് $80 കോടി നാശനഷ്ടങ്ങൾ സംഭവിച്ചു അത്രേ. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പുറത്തുവിട്ട കണക്കുകളാണ് വിശദാംശങ്ങൾ നമ്മളോട് പറയുന്നത്. അതായത് 7515 കോടി രൂപ ആ വകയിൽ മാത്രമല്ല, അമേരിക്ക ഇതുവരെ കാത്തുസൂക്ഷിച്ച അവരുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് മിക്കതും ചോദ്യം ചെയ്യപ്പെട്ടു. ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം ആൾനാശമായിരുന്നില്ല. US-ന്റെ മിസൈൽ പ്രതിരോധ ശൃംഖലകൾ അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു. ജോർദാൻ, UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ അമേരിക്കയുടെ അത്യാധുനിക സംവിധാനങ്ങളെപ്പോലും നിശ്ചലമാക്കി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ നിരീക്ഷണം. ഏറ്റവും വലിയ തിരിച്ചടി ജോർദാനിലെ സൈനിക താവളത്തിലായിരുന്നു. നമ്മൾ ന്യൂസ് അറ്റ് ഹൗസിൽ അതിനെക്കുറിച്ചൊരു വിശകലന വീഡിയോ ചെയ്തത് ചിലപ്പോൾ ഓർമ്മിക്കുന്നുണ്ടാവും. അതായത് ജോർദാനിലെ US-ന്റെ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം. ആ ആക്രമണത്തിൽ ഏകദേശം $485 ദശലക്ഷം വിലയുള്ള റഡാർ ഇറാൻ തകർത്തു. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ ശേഷിയുള്ള ഈ സംവിധാനം തകർത്തത് US-ന്റെ സേനയുടെ ആത്മവിശ്വാസത്തെ തന്നെ ബാധിച്ചു. ഇതുകൂടാതെ UAE-യിലും സൗദിയിലുമായി സ്ഥാപിച്ച 3 മറ്റ് റഡാർ സംവിധാനങ്ങൾ കൂടി തകർക്കപ്പെട്ടു. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലുണ്ടായ ആഘാതം അതിലും വലുതായിരുന്നു. ഏകദേശം $1.1 ബില്യൺ വിലയുള്ള റഡാർ ഇറാൻ ലക്ഷ്യം വെച്ചു. പാട്രിയറ്റ്, ഈജിസ് തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഈ റഡാറിന്റെ തകർച്ച മേഖലയിലെ US-ന്റെ മുന്നറിയിപ്പ് ശേഷിയെ തന്നെ ബാധിച്ചു. അത്യാധുനിക സാങ്കേതിക മികവുണ്ടെങ്കിലും US-ന്റെ വ്യോമസേനയ്ക്ക് ഇറാന്റെ ആസൂത്രിതവും ബുദ്ധിപരവുമായ നീക്കങ്ങളിൽ അടിപതറി. പരിമിതമെങ്കിലും കൃത്യതയാർന്ന ഇറാന്റെ ആക്രമണങ്ങൾ US-ന്റെ വ്യോമശക്തിക്ക് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചത്. ഇതുവരെ 16 വിമാനങ്ങൾ നഷ്ടമായി എന്നാണ് കണക്ക്. അതിൽ 12 എണ്ണം MQ-9 റീപ്പർ ഡ്രോണുകളാണത്രേ. അത്തരം ഒരു ഡ്രോണിന് $56.5 മില്യൺ വില. ഒപ്പം GCC രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളിൽ US-ന് വൻ നഷ്ടമുണ്ടായി.
കുവൈത്തിലെ അലി അൽ സലിം, ഖത്തറിലെ അൽ ഉദൈദ്, സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എന്നീ 3 പ്രധാന വ്യോമതാവളങ്ങളിൽ ഇറാൻ പലതവണ ആക്രമണം നടത്തി. അടിസ്ഥാന സൗകര്യങ്ങൾക്കടക്കം കാര്യമായ പോറലേറ്റു. ഫെബ്രുവരി 28-ന് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ സൈനിക നീക്കങ്ങളിൽ ഇതുവരെ 13 US സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി നൽകുന്ന കണക്കനുസരിച്ച് ഇറാൻ യുദ്ധത്തിൽ ഇതുവരെ ആകെ 3200 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 1400 പേർ സാധാരണക്കാരാണ്, ഭൂരിപക്ഷവും ഇറാൻകാർ. ഇറാന്റെ പരമാധികാരി അയത്തുള്ള അലി ഖമനേയി മുതൽ സാധാരണ മനുഷ്യർ വരെ. എന്നാൽ US നഷ്ടം സൈനികരെ മാത്രം. ലോകത്തെ വിറപ്പിക്കാൻ അമേരിക്ക എഴുന്നള്ളിച്ച സകല സംവിധാനങ്ങൾക്ക് നേരെയും ഇറാൻ അറഞ്ചം ആക്രമണം അഴിച്ചുവിട്ടു. US ശാസ്ത്രീയ സംവിധാനങ്ങളെ അപരിചിതമായതും അപ്രതീക്ഷിതവുമായ അതിലും വലിയ രീതിയിൽ തിരിച്ചടിയേൽപ്പിക്കുന്ന സംവിധാനങ്ങൾ കൊണ്ട് അടിച്ചു. ഏറ്റവും വലിയ അത്യാധുനിക വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R. ഫോർഡിൽ ഉണ്ടായ തീപിടുത്തം ട്രംപിനെ വരെ ഞെട്ടിച്ചു. തീ നിയന്ത്രിക്കാൻ 30 മണിക്കൂറിലധികം വേണ്ടി വന്നു. കപ്പലൊടുക്കം അറ്റകുറ്റപ്പണിക്കായി മാറ്റേണ്ടി വന്നു. തൽക്കാലം യുദ്ധത്തിന് പോണ്ട എന്ന് തീരുമാനിച്ചു. US കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുമ്പോഴാണ് ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാൻ ആക്രമിക്കാൻ US പദ്ധതിയിട്ടത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കുകയും ബാക്കി രാജ്യങ്ങളെ അതിൽ അണിനിരത്തുകയും ചെയ്യുക എന്ന പതിവ് രീതിക്ക് അപ്പുറത്ത് നെതന്യാഹുവിൻ്റെയും ഇസ്രായേലിൻ്റെയും കെണിയിൽ വീണ് യുദ്ധത്തിനിറങ്ങുന്നത്. ട്രംപും അത് ആഗ്രഹിച്ചതാണെങ്കിലും യുദ്ധാരംഭത്തിന് ശേഷം അമേരിക്ക നിയന്ത്രിച്ചതാണെങ്കിലും തുടക്കം പക്ഷേ നെതന്യാഹുവിൻ്റെ കുതന്ത്രത്തിൽ വീണുകൊണ്ടായിരുന്നു. പക്ഷേ US സംബന്ധിച്ച് അത് കനത്ത ആഘാതമായി. ആയുധശേഷിയോ സൈനിക ശേഷിയോ പ്രതിരോധ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യപ്പെട്ടതിനൊക്കെ അപ്പുറത്താണ് സാമ്പത്തിക ആഘാതം. അമേരിക്കൻ ഖജനാവിനെ ആഴത്തിൽ ബാധിക്കുന്ന ഭാരമാണ് ഇറാൻ യുദ്ധം വരുത്തിവെച്ചത്. ആയുധങ്ങളുടെ കേടുപാടുകളെ അടിസ്ഥാനമാക്കിയുള്ള നാശനഷ്ടത്തിൻ്റെ കണക്ക് മാത്രമാണ്, അതും കുറച്ച് നാളത്തേക്കുള്ള കണക്ക്, 2 ആഴ്ചത്തെ കണക്ക് മാത്രമാണ് പുറത്തു വന്നത്. എന്നാൽ ആകെ ചെലവ് അതിൻ്റെ 10 മടങ്ങായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ഓരോ ദിവസവും ബില്യൺ കണക്കിന് ഡോളറാണ് യുദ്ധഭൂമിയിൽ കത്തിത്തീരുന്നത്. ആദ്യം 6 ദിവസം തന്നെ 11.3 ബില്യൺ ഡോളറാണ് ചെലവായത്. ആദ്യ 12 ദിവസം ഇത് 16.5 ബില്യൺ ഡോളറിലേക്ക് കടന്നു. ഇതുവരെ 3000 ടോമാഹോക്ക് മിസൈലുകൾ പ്രയോഗിച്ചു. അതിൻ്റെ മാത്രം ചെലവ് 1.2 ബില്യൺ ഡോളറാണ്. ഒരു മിസൈലിന് 3.5 മില്യൺ ഡോളറാണ് ചെലവ്. ഇതിനിടെ യുദ്ധം തുടരുന്നതിനായി 200 ബില്യൺ ഡോളറിൻ്റെ അധിക ഫണ്ട് US കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പെൻറ്റഗൺ. അങ്ങനെ സാമ്പത്തിക മേഖലയെ ആകെ കാർന്നു തിന്നും വിധത്തിലുള്ള ബാധ്യതയാണ് US ഉണ്ടായിരിക്കുന്നത്. ഒപ്പം US ആഭ്യന്തരമായി ഉണ്ടായ തിരിച്ചടികൾ മാത്രമല്ല, GCC രാജ്യങ്ങളിൽ ഇതുവരെ ഉണ്ടായ ആഘാതം മറികടക്കാൻ 1 ദശകങ്ങളും എങ്കിലും വേണ്ടിവരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എല്ലാത്തിനുമുപരി US വിശ്വാസ്യതയ്ക്കുണ്ടായ പോറൽ അതിമാരകമാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ അമേരിക്കയുടെ മേൽക്കൈയെ ഇറാൻ അക്ഷരാർത്ഥത്തിൽ ചോദ്യം ചെയ്തു. റഡാറുകളും പ്രതിരോധ സംവിധാനങ്ങളും വിമാനങ്ങളും മിസൈലുകളും ഒന്നും ഇറാന് മുന്നിൽ തടസ്സമായില്ല. സാമ്പത്തികമായി മാത്രമല്ല, സൈനിക ശേഷിയുടെ കാര്യത്തിലും അത്യാധുനിക സംവിധാനങ്ങളുടെ കാര്യത്തിലും അമേരിക്കയ്ക്കേറ്റ ഈ തിരിച്ചടി ഭൗമരാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾക്കിടയാക്കും. ഈ യുദ്ധത്തിൽ കക്ഷിയാകാതെ മാറി നിന്ന റഷ്യയും ചൈനയും US പരിതാപകരമായ സാഹചര്യം നിരീക്ഷിക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയിൽ യുദ്ധരംഗത്ത് റഷ്യയുടെയും ചൈനയുടെയും സംവിധാനങ്ങൾ ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി വരുമ്പോൾ US നെഞ്ചിടിപ്പ് ഏറും. യുദ്ധ തീരുമാനം തൻ്റേതല്ലെന്ന് പറഞ്ഞ് US ജനങ്ങൾക്ക് മുന്നിൽ കൈ കഴുകാനും കഴിഞ്ഞ ദിവസം ട്രംപ് രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലാണ്. ഇറാനെതിരായ സൈനിക നടപടിയുടെ ഉത്തരവാദിത്തം പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെയ്ത്തിന്റെ തലയിൽ കെട്ടിവെച്ചാണ് ട്രംപ് വന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ തൻ്റെ അടുത്ത വൃത്തങ്ങളുമായി ചർച്ച ചെയ്തപ്പോൾ ഇറാനെതിരെ യുദ്ധം തുടങ്ങണമെന്ന് തന്നെ ആദ്യം ഉപദേശിച്ചത് പീറ്റ് ഹെക്സെയ്ത്ത് ആണെന്ന് ട്രംപ് പറഞ്ഞു. ഇറാനെതിരെ തീരുമാനം എടുക്കുന്നതിനായി ഞാൻ പീറ്റ് ഹെക്സെയ്ത്തിനെയും സൈനിക മേധാവി ജനറൽ ഡാൻ കെയ്നിനെയും ഉന്നതരായ പലരെയും വിളിച്ചു. കാര്യം പറഞ്ഞു. നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് ചെറിയൊരു യാത്ര നടത്തി ഇതെല്ലാം പരിഹരിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പീറ്റ്, നിങ്ങളാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് എന്ന് ട്രംപ് പീറ്റിനെ നോക്കി പറഞ്ഞു. ചുരുക്കത്തിൽ യുദ്ധ തീരുമാനം പാളിയെന്ന് തിരിച്ചറിഞ്ഞ് ട്രംപ് കൈ കഴുകാൻ ആഭ്യന്തരമായും അമേരിക്കയിലും ആരംഭിച്ചു എന്നർത്ഥം. ഇതിനിടെ 5 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് പിന്നാലെ ഇറാൻ വഴങ്ങുന്നില്ലെന്ന സൂചനകൾ US ഞെട്ടിച്ചു. ഇനി യുദ്ധം തുടരുന്നതിൽ അർത്ഥമില്ലെന്നും സമാധാന ചർച്ചകൾ അനിവാര്യമാണ് എന്നുമുള്ള തിരിച്ചറിവിലേക്ക് ട്രംപ് എത്തിയെങ്കിലും ഇറാൻ അത് ആ അർത്ഥത്തിലല്ല മനസ്സിലാക്കിയിട്ടുള്ളത്. US സംബന്ധിച്ച് ഇനിയുള്ള ആഘാതം താങ്ങാനാകില്ല എന്ന് മനസ്സിലാക്കി മധ്യസ്ഥർ മുഖേന ഇറാന് സമാധാന നീക്കങ്ങൾക്കായ അതിനുവേണ്ടുന്ന സന്ദേശങ്ങൾ കൈമാറി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇറാൻ പക്ഷേ ഇത് ട്രംപിൻ്റെ കുരുക്കാണ് എന്ന തിരിച്ചറിവിലാണുള്ളത്. മധ്യസ്ഥർ മുഖേന അമേരിക്കയിൽ നിന്ന് ഇറാന് ചില സന്ദേശങ്ങൾ ലഭിച്ചു
ലഭിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുർക്കിയുടെ നേതൃത്വത്തിൽ ഈജിപ്തും പാകിസ്ഥാനും ചർച്ചകളിൽ ഇടപെടുന്നുണ്ട്. ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അവസാനിപ്പിക്കാനും കപ്പൽ ഗതാഗതം സുഗമമാക്കാനുമാണ് അടിയന്തര നീക്കം. തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. 15 കരാറാണ് ഇപ്പോൾ മുന്നിൽ. അതിൽ പ്രധാന വ്യവസ്ഥയുമായി ഇറാൻ സഹകരിക്കും എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. കരാർ യാഥാർത്ഥ്യമായാൽ ഹോർമുസ് താനും അയത്തുള്ളയും ചേർന്ന് നിയന്ത്രിക്കും എന്നും ട്രംപ് പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. യുദ്ധം തീർന്നാലും ഹോർമുസിലെ സ്ഥിതി പഴയ പോലെ ആകില്ലെന്നായിരുന്നു ഇറാന്റെ നിലപാട്. എന്നാൽ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളെക്കുറിച്ച് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഒമാനുമായി ചർച്ച നടത്തിയതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമുസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നയതന്ത്ര ഇടപെടലുകൾ നടക്കുന്നു എന്നത് ആശ്വാസമാക്കുന്ന വാർത്തയാണ്. എന്നാൽ സമാധാന കരാർ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ചങ്കിടിപ്പ് ഇസ്രായേലിനാണ്. ഇസ്രായേൽ ഇതുവരെ ഇമാതിരി ഒരു കുരുക്കിൽ പെട്ടിട്ടില്ല. ഇറാൻ ഉണ്ടാക്കിയ തിരിച്ചടി, അവർക്ക് മേലുണ്ടാക്കിയ ആഘാതം ചില്ലറയല്ല. ഇപ്പോൾ ട്രംപ് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു കരാറാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഇസ്രായേൽ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. ഇറാൻ്റെ ആണവ പദ്ധതിക്കും ബാലിസ്റ്റിക് മിസൈൽ ശേഷിക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താനാണ് നീക്കം എന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകില്ല. ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു കരാർ ഉറപ്പാക്കാൻ ഇസ്രായേലും അമേരിക്കയും നേടിയ സൈനിക നേട്ടങ്ങൾ ഉപയോഗിക്കണം എന്ന് ട്രംപ് വിശ്വസിക്കുന്നതായി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. നയതന്ത്ര യുദ്ധത്തിൻ്റെ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഇസ്രായേൽ പ്രതിരോധ സേനയും US സൈന്യവും നേടിയ കരുത്തുറ്റ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് നെതന്യാഹുവിൻ്റെ പ്രസ്താവന. അതായത് അവിടെ പാവ സർക്കാരിനെ നിയമിക്കുന്ന കാര്യം ഈ പരിഹാര നിർദ്ദേശങ്ങളിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറിൽ ഉൾപ്പെടുത്തണം എന്നതാണ് നെതന്യാഹുവിൻ്റെ ആഗ്രഹം. ഇമാതിരി ആഗ്രഹവും ഈ സൈനിക ശേഷിയും വെച്ചാണ് ഇറാനോട് മുട്ടാൻ പോയത് എന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇസ്രായേലിനും മനസ്സിലായി എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോഴും USൻ്റെയും ഇസ്രായേലിൻ്റെയും നീക്കങ്ങളെ ഇറാൻ വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇറാൻ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും ഇതുവരെ ആർജിച്ച സൈനിക ശേഷി പ്രകടിപ്പിക്കുകയും ചെയ്തതോടെ USഉം ഇസ്രായേലും പതറിപ്പോയി എന്നതാണ് വസ്തുത. അതിനെ മറികടക്കാനുള്ള തന്ത്രമാണ് ഇപ്പോഴത്തെ നീക്കം എന്നാണ് ഇറാൻ സംശയിക്കുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിലും അവർ യുദ്ധത്തെ നേരിടാൻ കൂടുതൽ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ വധിച്ച ലാരി ജാനിക്ക് പകരമായി USൻ്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയായി മുഹമ്മദ് ബാഗർ സോൾഗദറിനെ നിയമിച്ചു. ഇറാന്റെ സുരക്ഷാ നയങ്ങളിലും വിദേശകാര്യ തന്ത്രങ്ങളിലും നിർണായക സ്വാധീനമുള്ള പദവിയിലേക്ക് കരുത്തുറ്റ നേതാവിനെ തന്നെ നിയമിച്ചതിലൂടെ ഇറാൻ ശക്തമായ സന്ദേശമാണ് USനും ഇസ്രായേലിനും നൽകുന്നത്. മാത്രമല്ല, കരയുദ്ധത്തിനൊരുങ്ങിയാൽ ഇറാൻ അതിനും തയ്യാറായി നിൽക്കുകയാണ് എന്നും സൈന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം നമ്മുടെ മുന്നിൽ വരുന്നത്. ട്രംപിന്റെ പ്രഖ്യാപനത്തിന്റെ തുടർ നടപടികൾ എങ്ങനെയെന്ന് നോക്കിയിട്ടാകും ഇറാന്റെ നീക്കം. നിലവിൽ ഇറാൻ ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ വിശ്വസിച്ച് പ്രതിരോധം ദുർബലപ്പെടുത്തിയിട്ടില്ല. തിരിച്ചടികൾ അപ്പോൾ നൽകുന്നുമുണ്ട്. എന്നാൽ ചർച്ചകളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നത് നിരീക്ഷിച്ച് ഇറാന്റെ നിബന്ധനകൾക്ക് പ്രയോജനപ്പെടും വിധം തീരുമാനങ്ങൾ ഉണ്ടായാൽ ഒരുപക്ഷെ സമാധാന നയത്തിലേക്ക് ഇറാനും അടുത്തേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. സമാധാനം ഉണ്ടാകട്ടെ, യുദ്ധം അവസാനിക്കട്ടെ, നല്ലതു മാത്രം പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.